നമ്മളെല്ലാവരും കൃത്യമായും 5 വക്ത് നിസ്കാരങ്ങളിൽ നിർബന്ധമായും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നേരായ മാർഗത്തിൽ ശരിയായ പാന്താവിൽ ഇസ്ലാമിന്റെ പേരിൽ പലരും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണമേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് ഈ ശരിയായ മാർഗം, നേരായ വഴി, യഥാർത്ഥ ഇസ്ലാം ഏതാണ്? ആ സംശയത്തിന്റെ മറുപടി കൂടി അല്ലാഹു ഖുർആനിൽ തൊട്ടടുത്ത വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്നാണ്. അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാണ് ശരിയായ മാർഗം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അവർ അല്ലാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായവരല്ല, വലദ്ദാലീൻ, വഴിപിഴച്ചവരുമല്ല അവർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ശരിയായ മാർഗം, ശരിയായ ദീൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അല്ലാഹു തന്നെ പറഞ്ഞത് എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളുടെ മാർഗമാകുന്നു. മഹത്തുക്കൾ സഞ്ചരിച്ച വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ ഏതോ ആ മാർഗം അവലംബിക്കുന്നവരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വാഹകർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതുന്ന പ്രസ്ഥാനമാണ് ശരിയായ ഇസ്ലാമിന്റെ ആളുകൾ എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഹദീസ് പറയുന്ന ആളുകളാണ് ശരിയായ ഇസ്ലാമിന്റെ ആളുകൾ എന്നല്ല അല്ലാഹു പറഞ്ഞത്. അവിടുന്ന് പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച മഹാത്മാക്കൾ, അവർ ഈ ഖുർആൻ കണ്ടവരാണ്, അവർ ഹദീസുകൾ കണ്ടവരാണ്, ഈ ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണവർ. അവരൊക്കെ ജീവിച്ചു വന്ന മാർഗമേതോ, അവരൊക്കെ ജീവിച്ചു വന്ന ആദർശങ്ങൾ ഏതോ, അവരൊക്കെ ജീവിച്ചു വന്ന വിശ്വാസ ആചാരങ്ങൾ ഏതോ, അതാണ് ശരിയായ ദീൻ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ യഥാർത്ഥ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ആ മാർഗത്തിന്റെ പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതായത് ആ കക്ഷികളെ കുറിച്ചാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. സുന്നി എന്ന 2 വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കക്ഷികളെയാണ്. ഇസ്ലാമിന്റെ പൂർവീകരായ ആശയം നമുക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഇസ്ലാം ദീനിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയും ഖുർആനിനെ നമ്മുടെ നാട്ടിലേക്ക് പുസ്തകമായി, ലഘുലേഖയായി നൽകിയതല്ല. അല്ലാഹു ഒരു സുപ്രഭാതത്തിൽ എല്ലാ നാട്ടിലേക്കും ഖുർആനിന്റെ പതിപ്പുകൾ ഇങ്ങനെ തപാൽ വഴിയോ അല്ലാത്ത വഴിയോ അയച്ചു കിട്ടിയതല്ല. ഹദീസുകളും അങ്ങനെ തന്നെ. ഈ ഖുർആനും സുന്നത്തും നമുക്ക് കിട്ടിയത് പൂർവീകരായ മഹാത്മാക്കളിലൂടെയാണ്. സ്വഹാബത്ത് അവരുടെ ശേഷമുള്ളവർക്ക് പകർന്നു കൊടുത്തു. അവർ താബിഉകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവര് അവരുടെ ശേഷമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. 14 നൂറ്റാണ്ടു കാലം ഇങ്ങനെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ഇസ്ലാമിന്റെ ആദർശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഖുർആനും സുന്നത്തുമാകുന്ന ഈ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളുടെ പദങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, ഈ ആദർശം, ഈ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലുള്ള ഈ ആദർശവും ആശയവുമാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. അതാണ് ഇസ്ലാം എന്നാണ് കേരളത്തിലെ, അല്ല ലോകത്തുള്ള മുഴുവൻ അഹ്ലു സുന്ന പ്രസ്ഥാനവും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ബിദ്അകൾ പറയുന്നത് പൂർവീകരുടെ ഈ ആശയവും ആദർശവും നമുക്ക് സ്വീകാര്യമല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് ഇവിടെ തെളിയിക്കപ്പെടും. നിങ്ങൾ ചിന്തിക്കണം, അവർ പറയുന്നത് ഖുർആനും സുന്നത്തും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് മൗലവിമാർ, അവര് പറയുന്ന മതം, അവർ പറയുന്ന ആദർശം, അതാണ് ദീൻ, അതാണ് മതമെന്ന് നമ്മുടെ രാജ്യത്തുള്ള ബിദ്അത്തുകാർ പറയുകയാണ്.
തെളിയിച്ചു പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് നമുക്ക് പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തുമാണല്ലോ നമ്മുടെ പ്രമാണം. ഈ പ്രമാണങ്ങൾ എത്തിച്ചു തന്നിട്ടുള്ള ആളുകൾ അവർ എങ്ങനെയാണോ ഖുർആനും സുന്നത്തും നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നമുക്ക് ഖുർആൻ കിട്ടിയത് എങ്ങനെയാണ്. ഇന്ന് ജീവിച്ച് ഇവിടെയുള്ള ഈ സദസ്സിലുള്ള ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ നമുക്ക് ഖുർആൻ കിട്ടിയത് എങ്ങനെയാണ്. നമ്മുടെ മുമ്പുള്ള നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ അല്ലേ, ആ ഉസ്താദുമാരിലൂടെയാണ് നമുക്ക് ഖുർആൻ നമ്മളൊക്കെ പഠിക്കുന്നത്. ഫാത്തിഹ പഠിക്കുന്നത്, സൂറത്തുൽ ബഖറ പഠിക്കുന്നത്, എല്ലാം പഠിക്കുന്നത് അങ്ങനെയാണ്. ഹദീസുകൾ നാം പഠിക്കുന്നത് നമ്മുടെ ഉസ്താദുമാരിലൂടെയാണ്. അവരാണ് നമുക്കിത് പകർന്നു നൽകിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ ഖുർആൻ അത് പാരായണം ചെയ്യേണ്ടുന്ന രീതി, ശാസ്ത്രം അതും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഉസ്താദുമാരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുജാഹിദിനോ ജമാഅത്തിനോ ഇത് നിഷേധിക്കാൻ കഴിയോ? എന്തുകൊണ്ട്? സൂറത്തുൽ ബഖറ എടുത്ത് പരിശോധിച്ചു നോക്കുക. ആ സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്ത് ബിസ്മി കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്കറിയാം അലിഫ് ലാം മീം എന്നാണ്. അത് എഴുതിയിട്ടുള്ളത് അറബിയിൽ എങ്ങനെയാണ്? അലിഫ് ലാം മീം ഇങ്ങനെയാണ്. അലിഫ് ലാം മീം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അലിഫ് ലാം മീം എന്ന് എഴുതിയതിനെ നമ്മൾ വായിക്കുന്നത് അലിഫ് ലാം മീം എന്നാണ്. ഇത് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് കാണുന്ന കാഴ്ച. ഇനി നിങ്ങൾ അമ്മ ജുസ് എന്ന് എടുത്തോളൂ. നിങ്ങൾ അമ്മ ജുസ്ഇൽ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന ഒരു സൂറത്തുണ്ട്. അലം നശ്റഹ് ലക സ്വദ്റക എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. അതുപോലുള്ള ചില സൂറത്തുകൾ. ആ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് കാണാം അലം നശ്റഹ്, അലം തറ എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ എഴുതിയിട്ടുള്ളത് ഈ അലിഫും ലാമും മീമും തന്നെയാണ്. അവിടെയും ഉള്ളത് അലിഫ് ലാം മീമാണ്. പക്ഷേ അവിടെ നമ്മൾ പാരായണം ചെയ്യുന്നത്, അവിടെ ഒരാളും അലിഫ് ലാം മീം നശ്റഹ് ലക സ്വദ്റക നമ്മൾ ഓതാറില്ല. നമ്മൾ ഓതുന്നത് എങ്ങനെയാണ്? അലം നശ്റഹ് ലക സ്വദ്റക എന്നാണ്. ആ ഓതുന്ന നമ്മൾ ഇതേ അലിഫും ലാമും മീമും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് കാണുന്നു. അവിടെ നമ്മൾ ഓതുന്നതോ അലിഫ് ലാം മീം അങ്ങനെയാണ്. അലം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നൊരാളും ഓതുന്നില്ല. എന്താണ് ഇതിന്റെ വ്യത്യാസം? അക്ഷരങ്ങൾ രണ്ടിടത്തും ഒരുപോലെയാണ്. വ്യത്യാസം നിലകൊള്ളുന്നത് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഉസ്താദുമാർ അവര് പറഞ്ഞു ഈ 1-ാമത്തെ സൂറത്തിന്റെ അവിടെ, സൂറത്തുൽ ബഖറയുടെ അവിടെ ഓതേണ്ടത് അലിഫ് ലാം മീം എന്നാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? റസൂൽ ഓതിയത് നിങ്ങൾ കേട്ടിക്കണോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്റെ ഉസ്താദുമാര് പറഞ്ഞു ഇങ്ങനെയാണ് ഓതേണ്ടത്. ആ ഉസ്താദുമാർ റസൂൽ ഓതുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവരെ ഉസ്താദുമാർ പറഞ്ഞു അവിടെ അങ്ങനെയാണ് ഓതേണ്ടത്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കും ചെന്നു മുട്ടുന്ന പരമ്പര അവർ പഠിപ്പിച്ചു തന്നു. ഇവിടെ ഓതേണ്ടത് അലിഫ് ലാം മീം എന്നാണ്. അപ്പുറത്ത് ഓതേണ്ടത് അലം തറ എന്നുമാണ്, അലം നശ്റഹ് എന്നുമാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ പൂർവീകരായ മഹാത്മാക്കളാണ് നമുക്ക് ഖുർആൻ ശരിയായ രൂപത്തിൽ എത്തിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മൾ മുറുകെ പിടിക്കുന്നു. എന്നാൽ ഇവിടെ സുന്നത്ത് ജമാഅത്ത് പറയുന്നത് എന്താണ്? സുന്നികൾ പറയുന്നത് എന്താണ്? ഖുർആനിന്റെ പദങ്ങൾ നമുക്ക് എത്തിച്ചു തന്നത് ഈ പൂർവീകരാണ്. അവർ നമ്മൾ ഉൾക്കൊള്ളണം. ശരി, അത് മുജാഹിദിന് തർക്കമില്ല, ജമാഅത്തിന് തർക്കമില്ല, ഒരു കക്ഷികൾക്കും തർക്കമില്ല. അത് നമ്മൾ അംഗീകരിക്കണം. എന്നാൽ അതുപോലെ തന്നെയാണ് ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള മഹാത്മാക്കൾ, നമ്മുടെ പൂർവീകർ, അവർ ഖുർആനിന്റെ വചനങ്ങൾ എത്തിച്ചു തന്നതുപോലെ അവർ ഖുർആനിക ആശയങ്ങളും ഇസ്ലാം മത ആശയങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ ആശയങ്ങളും കൂടി നമ്മൾ സ്വീകരിക്കണം എന്ന് അഹ്ലു സുന്ന പ്രസ്ഥാനം പറയുന്നു. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പറയുന്നു അത് ഞങ്ങൾ ഉൾക്കൊള്ളില്ല. ആ പൂർവീകർ എത്തിച്ചു തന്ന ആശയം ഞങ്ങൾക്ക് വേണ്ട, പിന്നെ അവരെത്തിച്ചു തന്ന ഖുർആൻ മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. നോക്ക് നിങ്ങൾ, ഇവിടെയാണ് വൈരുദ്ധ്യം. സുന്നികൾ പറയുന്നതോ അവരെത്തിച്ചു തന്ന ഖുർആനിന്റെ പദങ്ങൾ നമ്മൾ അപ്പടി അംഗീകരിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും ആശയങ്ങളും അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് പൂർവീകർ. അത് അപ്പടി ഉൾക്കൊള്ളണമെന്ന് സുന്നികൾ പറയുന്നു. മുജാഹിദ് പറയുന്നു ഖുർആന്റെ പദങ്ങൾ ഓക്കെ, അത് ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷെ ആശയങ്ങൾ അവരെത്തിച്ചു തന്നത് ശരിയല്ല. അത് കുറെ ശിർക്കാണ്, കുറെ കുഫറാണ്, കുറെ ബിദ്അത്താണ്, കുറെ നരകത്തിലേക്കാണ്. അവർ എത്തിച്ചു തന്ന ആശയങ്ങൾ ഞങ്ങൾ അംഗീകരിക്കൂല.
ഇതല്ലേ സഹോദരന്മാരെ വിദണ്ഡവാദം? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണ് സുന്നികളും അല്ലാത്തവരും തമ്മിലുള്ള മൗലികമായ അന്തരം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്ത് ഇവിടെയാണ് വ്യതിരക്തമായി നിൽക്കുന്നത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പദങ്ങൾ നമുക്ക് എത്തിച്ചു തന്ന മഹാത്മാക്കൾ, അവർ പഠിപ്പിച്ചു തന്ന വിശ്വാസ ആചാര കർമ്മങ്ങൾ, ആശയങ്ങൾ, അതും നമ്മൾ സ്വീകരിക്കണമെന്ന് സുന്നികൾ വിളിച്ചു പറയുന്നു. ഈ വിശ്വാസ ആചാരങ്ങൾക്കാണ് സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ ദീന്, ഇസ്ലാം എന്ന് പറയുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം നമ്മെ പഠിപ്പിച്ചു. അവിടെന്ന് പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ സമുദായം 73 ഗ്രൂപ്പുകളായി തീരും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, 72 നരകത്തിലാകുന്നു. സതഫ്തരിഖു ഉമ്മത്തി എന്നാണ് റസൂൽ പറഞ്ഞത്, എന്റെ ഉമ്മത്ത്. പണ്ഡിതർ വിശദീകരിച്ചത് കാണാം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന എന്റെ ഉമ്മത്തുകൾ തന്നെ 72 ഗ്രൂപ്പുകളായി നരകത്തിലേക്ക് പോകും. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അവർ എന്ന് ചോദിക്കുമ്പോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല, അവിടെന്ന് പറഞ്ഞു, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഖാല റസൂലുള്ളാഹി, അവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ. ഇതുകൊണ്ടാണ് ഞങ്ങൾ കേരള ജനതയോട് മലയാളത്തിൽ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർ മാത്രമേ പാരത്രിക മോക്ഷമുള്ളൂ, സ്വർഗപ്രവേശനമുള്ളൂ. സഹോദരന്മാരെ, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ സ്വാഭാവികമായും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരിൽ പലർക്കും ഒരു സംശയമുണ്ട്. എന്താണത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ എത്ര വലിയ നീളമുള്ള താടിയാണ് അവർ വെക്കാറുള്ളത്. അവർ നല്ലതായി നിസ്കരിക്കുന്നവരാണ്, അവർ വലിയ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, വലിയ കർമ്മങ്ങൾ ഹജ്ജിന് എല്ലാ കൊല്ലവും പോകുന്നു. അവരൊന്നും സ്വർഗത്ത് പോകൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വാഭാവിക ചോദ്യമുണ്ടാകും. എനിക്കറിയാം ഈ സംശയത്തിന്, ഈ ചോദ്യത്തിന്റെ വ്യക്തമായ കൃത്യമായ മറുപടി 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതു കാണാം. അവിടെന്ന് പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുബ്തദിയായ ആളുകൾ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സിയാമൻ, അവരുടെ നോമ്പ് സ്വീകരിക്കുകയില്ല. വലാ സകാത്തൻ, അവരുടെ സകാത്ത് സ്വീകരിക്കുകയില്ല. വലാ സ്വലാത്തൻ, അവരുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വലാ നുസുക്കൻ, അവരുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരന്മാരെ, ചിന്തിക്കണം. അവര് നിസ്കരിക്കുകയില്ല എന്നല്ല റസൂല് പറഞ്ഞത്, നോമ്പനുഷ്ഠിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. അവർ നോമ്പും നിസ്കാരവും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കും, പക്ഷേ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസ് സുനനു ഇബ്നു മാജ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോവുകയുള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അത് മാത്രമേ ദീനുള്ളൂ, അത് മാത്രമേ ഇസ്ലാമുള്ളൂ, അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആശയം മാത്രമാണ്. സഹോദരന്മാരെ, എന്നാൽ ഈ വസ്തുത നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. അവരുടെ നേതാക്കൾ പറയുന്നത് ഇത് ശരിയല്ല എന്നാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ അവരുടെ പ്രസംഗം തന്നെ കേൾപ്പിക്കാം. മുജാഹിദിന്റെ സംസ്ഥാന ലെവലിലുള്ള ഒരു നേതാവ് പ്രസംഗിക്കുകയാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഈ ഹദീസ് ഓതി നമ്മുടെ സുഹൃത്ത് റഷീദ് സഖാഫി പ്രസംഗിച്ചപ്പോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി പറയുകയാണ്, അങ്ങനെ ഒരു ഹദീസ് തന്നെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ, മുജാഹിദ് മൗലവി ഉദ്ധരിക്കുന്നത്. ആദ്യം റഷീദ് സഖാഫിന്റെ പ്രസംഗം വെക്കുന്നു, പിന്നെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി, മുജാഹിദിന്റെ വലിയ മൗലവിയാണ്, അയാൾ പ്രസംഗിക്കുന്നു. നിങ്ങൾ കേട്ടോളൂ. പറയുന്നത് ഒരു കക്ഷി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം,
യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ സ്വർഗ്ഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? ഹും അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്ത് മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ ഇസ്ലാഹി, അവർ ഇസ്ലാഹികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സലഫി, അവർ സലഫികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ സ്വലാത്തി വസ്സിയാമി വസ്സകാത്ത്, നിസ്കാരവും നോമ്പും സകാത്തും മറ്റുമൊക്കെ നടത്തുന്നവരാണ്, പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാട്ടി നൽകുകയാണ്. ആർക്ക്? ബൂത്തിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക് റസൂലുള്ളാഹി നൽകുന്ന ഐഡന്റിറ്റി കാർഡ്. എന്താ അതിലുള്ളത്? ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങള് നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്തണ്ട്. നിങ്ങള് റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്കുക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്ത് മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണല്ലോ പറയല്. ഹും അഹ്ലു സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അതും ഞങ്ങളാ പറയല്. അവർ റസൂലുള്ളാഹി അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലു സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഓലാളെ പുസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പച്ച നുണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുതഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിഞ്ഞ സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരോടുണ്ട്, ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ, അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ, ആരുദ്ധരിച്ചു, സ്വഹീഹാണോ ലഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാലിവിടുന്നു പറഞ്ഞല്ലോ, കാലിനോട് പോയി ചോദിക്കി, അല്ല ഉസ്താദേ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടു, അഹ്ലുസ് സുന്ന വൽ ജമാഅ മാത്രമാണ് സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞുതരാം. റസൂലുള്ളാഹി അങ്ങനല്ല പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ? ഈ നാട്ടിലുള്ള എല്ലാ സംഘടനക്കാർക്കും ചേരാൻ പറ്റുന്ന ഒരു ആദർശം പറഞ്ഞു. അതെന്താ? മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. കേട്ടില്ല നിങ്ങൾ? മൗലവിയുടെ ഒരു ഉശിരി കണ്ടോ? അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലാന്നാ. ഇവിടെ കാളിയമാരില്ലേ, മൂല്യന്മാരില്ലേ, മുത്താലിമികളില്ലേ, മുദരിസമാരില്ലേ, പള്ളിക്കത്തെ മൂല്യരില്ലേ, കാളിയറെ പോയി പിടിച്ചോണ്ടി ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? മൂപ്പരെ ഉശിരിങ്ങനെ കേൾക്കുമ്പോൾ മുന്നിലിരിക്കണ പാവം മൗലവിമാർ മുജാഹിദുകൾ കരുതും എന്നാ അത് ശരി തന്നെയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഇനി പറയേണ്ട മറുപടി അങ്ങനെയാണ്, അത് കളവാണ് എന്നാണ് പറയേണ്ടത്. ഓല് വിശ്വസിച്ച് ഓലിങ്ങനെ റാഹത്തായിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ഹദീസിന്റെ കിതാബ് നോക്കണ്ടേ? ഇത് മുജാഹിദുകൾക്ക് മാസം തോറും ആഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു ഷീട്ടുണ്ട്. ആ ഷീട്ടിലുള്ളത് അവർ പറയും. അപ്പൊ അതിൽ ഈ ഹദീസ് കാണാനില്ല. അപ്പൊ ഇയാള് പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. എങ്ങനെയുണ്ട്? ഹദീസ് നോക്കണമെങ്കിൽ പ്രമാണം പരതിയാൽ അറിയാം. നിങ്ങൾക്കറിയാമോ? ബഹുമാനപ്പെട്ട ഹിജറ 373 വഫാത്തായ മഹാപണ്ഡിതൻ ഹാഫിദ് അബുൽ ലൈസ് എന്നിവർ ഉദ്ധരിക്കുന്ന കിതാബു തംബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, 70 ചില്ലാനമായി നരകത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ആരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത് അറിയണമെങ്കിൽ ഹദീസിന്റെ കിതാബുകൾ പരതണം. അതിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുജാഹിദുകൾക്ക് അറിയാം, അവരെ ചങ്കിന് തറക്കുന്ന ഹദീസാണ്, അല്ലെങ്കിൽ ചങ്കിന് തറക്കുന്ന ഉദ്ധരണിയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അതിനെ അവർ നിഷേധിക്കുകയാണ്. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്ത് മാത്രമേ ദീനുള്ളൂ
എന്താണ് സുന്നത്ത് ജമാഅത്ത്? അത് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങൾ, അതിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ മുജാഹിദുകൾ കൂടി സ്വീകാര്യനായ അവരുടെ വലിയ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. മുജാഹിദുകൾ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ നിന്ന് പുറത്തിറക്കിയ 1 ഉറുപ്പിക 25 പൈസ വിലയുള്ള പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അവർ തന്നെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണെന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹം പറയുന്നു, എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകരും ഈ സമുദായത്തിലുള്ള ഇമാമുകളും അവരെ പിൻപറ്റി ജീവിക്കുന്നവരുമാകുന്നു. ഇബ്നു തൈമിയ്യയാണ് ഈ പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകർ, ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ ഇമാമുകൾ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമുന ശാഫിഈ, ഇമാം മാലിക്, ഇമാം മുഹമ്മദ് ഇബ്നു ഹംബൽ തുടങ്ങിയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ. അവിടെ നിങ്ങോട്ട് ഇമാമുൽ ഹറമൈനി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി, ഇമാം അബൂ ഹാമിദ് അൽ ഇസ്ഫറായിനി, ഇമാം ഖഫാൽ, ഇമാം മാവറദി, ഇമാം റുയാനി, ഇമാം നവവി, ആ പരമ്പര നീണ്ടതാണ്. ആ ഇമാമുകളും അവരെ അംഗീകരിക്കുന്നവരുമാണ്. സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുജാഹിദിന്റെ നേതാവെന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന വ്യക്തിയാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നാം ചിന്തിക്കണം. നമ്മുടെ രാജ്യത്ത് ഇന്ന് മുജാഹിദുകൾ ഈയിടെയായി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. എന്താ? മദ്ഹബിന്റെ ഇമാമുകളെയും ആ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളെയും ഒക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളണമെന്നും, പാള കിതാബുകളാണ് അവയെന്നും ആ പാറ കിതാബുകളൊക്കെ തോട്ടിലേക്ക് വലിച്ചെറിയണമെന്നും പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഗ്രാമങ്ങളെ മലീമസമാക്കുന്ന കാളമൂത്ര പ്രസംഗങ്ങൾ നടത്തുന്ന ദാരുണമായ രംഗം നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ അത് അസ്വീകാര്യമാണ്, അത് ശരിയല്ല, അത് ഖുർആനിന് വിരുദ്ധമാണ്, ഹദീസുകൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദുകൾ ക്യാമ്പയിൻ നടത്തുന്നതെങ്കിൽ ഇവരുടെ ആശയ സ്രോതസ്സെന്ന് അവർ പരിചയപ്പെടുത്തിയ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരു ആമുഖം എന്ന ഈ പുസ്തകത്തിൽ കേന്ദ്രം പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താണെന്നോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ, ഈ സമുദായത്തിലുള്ള ഇമാമുകളും ഈ സമുദായത്തിൽ കഴിഞ്ഞു പോയ പൂർവീകരുമാകുന്നു. അവരെ അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതോ ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പോവുകയുള്ളൂ. ഇതോടെ ചിത്രം വ്യക്തമാവുകയാണ്. ഈ പൂർവീകർ പഠിപ്പിച്ച, ഇമാമുകൾ പഠിപ്പിച്ച ഖുർആനിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും വളരെ കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ടുള്ള മഹാത്മാക്കളാണ് കഴിഞ്ഞുപോയ ഇമാമുകൾ. ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള മഹാമനീഷികളാണവർ. ആ മദ്ഹബിന്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള ഇമാമുകൾ അവർ പഠിപ്പിച്ച ആശയമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. അവർ ഖുർആൻ അറിയാത്തവരല്ല, അവർ ഹദീസ് അറിയാത്തവരല്ല, പ്രമാണം അറിയാത്തവരല്ല. അവർ പഠിപ്പിച്ച 14 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു വന്ന ആശയങ്ങളുണ്ടല്ലോ, ആ ആശയങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലെങ്കിൽ ദീൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ബിദ്അത്തുകാരും തർക്കമുള്ള വിഷയങ്ങൾ ഏതേത് എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ പറഞ്ഞ പൂർവീകരുടെ പാരമ്പര്യവും പൈതൃകവും നമുക്കറിയാം. അത് സുന്നികളോട് കൂടെ മാത്രമേ ഉള്ളൂ. ഓരോന്ന് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. എന്നാലും ഞാൻ ചില സാമ്പിളുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സുന്നികളും അല്ലാത്തവരും തമ്മിൽ തർക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെ പലതുമുണ്ട്. നമുക്കറിയാം, വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ജുമുഅയുടെ ഖുതുബ, ആ വെള്ളിയാഴ്ച നിർവഹിക്കുന്ന ഖുതുബ പൂർവീകരായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്, അവരെല്ലാവരും പഠിപ്പിച്ചിട്ടുള്ളത് ഖുതുബ അറബിയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യം എടുത്തു പരിശോധിച്ചാലും
ഖുതുബ അറബിയിലല്ലാതെ നിർവഹിച്ച ചരിത്രം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എല്ലാവരും ലോകത്ത് മുഴുവനും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. ലോകത്ത് ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ആദ്യമായി നിർവഹിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് അറിയാമോ? തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തിയാണ്. മുസ്തഫ കമാൽ പാഷ അദ്ദേഹം തുർക്കി റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് അവിടെ ആദ്യമായി ഖുതുബ തുർക്കി ഭാഷയിൽ നിർവഹിക്കുന്നത്.